ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രഹസ്യം എവിടെയാണെന്നറിയാമോ? അത് ദൂരെയുള്ള താരാപഥങ്ങളിലോ ഭീമാകാരമായ കറുത്ത ഗർത്തങ്ങളിലോ ഒന്നും അല്ല ഒളിഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ആ രഹസ്യം നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ അടുത്താണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ആ അത്ഭുതം നമ്മുടെ ഓരോരുത്തരുടെയും തലയ്ക്കുള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോ നമുക്ക് ആ അത്ഭുത ലോകത്തേക്കൊരു യാത്ര പോയാലോ? ഇതാണ് നമ്മുടെ താരം, മനുഷ്യ മസ്തിഷ്കം. ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനേക്കാൾ വേഗത്തിൽ ചിന്തിക്കാൻ കഴിവുള്ള, നമ്മുടെ ഓരോ വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന, ചുരുക്കി പറഞ്ഞാൽ നമ്മളെ നമ്മളാക്കി മാറ്റുന്ന ഒരു അത്ഭുത അവയവം. ഇതിന്റെ പ്രവർത്തന രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാമല്ലേ? അപ്പോൾ ഈ തലച്ചോറിന്റെ ഉള്ളിലേക്ക് ആഴത്തിൽ പോകുന്നതിന് മുമ്പ് നമുക്കിതിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ഇതിനെ നിങ്ങളുടെ തലച്ചോറിന് കിട്ടുന്ന ഒരു യൂസർ മാനുവലിന്റെ ആദ്യത്തെ പേജായിട്ടങ്ങ് സങ്കല്പിച്ചോ. നോക്കൂ, നമ്മുടെ തലച്ചോറിന് പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ഏറ്റവും വലിയ ഭാഗമായ സെരിബ്രം. ഇതാണ് നമ്മുടെ ചിന്തയുടെയും ഓർമ്മയുടെയും ഒക്കെ മെയിൻ ഹബ്ബ്. അതിന് തൊട്ട് താഴെ വരുന്നതാണ് സെറിബെല്ലം. നമ്മുടെ ബാലൻസും ചലനവുമൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇവനാണ്. പിന്നെ ബ്രെയിൻ സ്റ്റെം, ഹൃദയമിടിപ്പ്, ശ്വാസമെടുക്കൽ, അങ്ങനെ നമ്മൾ അറിയാതെ നടക്കുന്ന ജീവൻ നിലനിർത്താൻ വേണ്ട എല്ലാ ഓട്ടോമാറ്റിക് കാര്യങ്ങളും നോക്കുന്നത് ഈ ആളാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാല് ഈ വലിയ ഭാഗങ്ങളല്ല തലച്ചോറിനെ ഇത്രയ്ക്ക് അത്ഭുതകരമാക്കുന്നത്. അതിനുള്ളിലെ ആ അതിസൂക്ഷ്മമായ കണക്ഷനുകളുടെ നെറ്റ്വർക്കാണ്. അപ്പോ നമുക്ക് ആ കണക്ഷനുകളുടെ ലോകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. നമ്മുടെയൊക്കെ തലച്ചോറിൽ എത്ര നാഡീകോശങ്ങൾ അഥവാ ന്യൂറോണുകളുണ്ടാകും? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 1,00,000? 1 കോടി? അല്ല, ഏകദേശം 8,600 കോടി, 86 ബില്യൺ ന്യൂറോണുകളാണ് നമ്മുടെ തലച്ചോറിലുള്ളത്. എന്നാൽ അതിലും ഞെട്ടിക്കുന്ന കണക്ക് വരാനിരിക്കുന്നതേയുള്ളൂ. ഈ ന്യൂറോണുകളെല്ലാം തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതിനെയാണ് സിനാപ്സുകൾ എന്ന് പറയുന്നത്. അതിന്റെ എണ്ണം കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. 1,00,000 കോടിയിൽ കൂടുതൽ. നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയിലെ നക്ഷത്രങ്ങളെക്കാൾ എത്രയോ അധികമാണിത്. ഈ കണക്ക് എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ഈ ലോകത്തുള്ള എല്ലാ ടെലിഫോൺ ലൈനുകളും ഇന്റർനെറ്റ് കേബിളുകളുമൊക്കെ ഒരുമിച്ച് കൂട്ടിയാലും നിങ്ങളുടെ ഒരൊറ്റ തലച്ചോറിനുള്ളിലെ കണക്ഷനുകളുടെ എണ്ണത്തിനൊപ്പം വരില്ല. ശരിക്കും അവിശ്വസനീയമാണല്ലേ? അത്രയ്ക്ക് സങ്കീർണമായൊരു നെറ്റ്വർക്കാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ തലയിൽ കൊണ്ടു നടക്കുന്നത്. അപ്പോ നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത് ഒരു ഒറ്റ യൂണിറ്റ് അല്ല, മറിച്ച് 2 അർദ്ധഗോളങ്ങൾ അല്ലെങ്കിൽ 2 ഹെമിസ്ഫിയറുകൾ ചേർന്നതാണ്. ഇതിനെ നിങ്ങളുടെ തലച്ചോറിനുള്ളിലെ 2 ടീമുകളായിട്ട് കാണാം. ഓരോ ടീമിനും അതിന്റേതായ പ്രത്യേക ജോലികളൊക്കെയുണ്ട്. പൊതുവെ നമ്മൾ പറയാറുള്ളത് തലച്ചോറിന്റെ ഇടതുഭാഗം കുറച്ചുകൂടി ലോജിക്കലാണ്. അതായത് കണക്ക്, ഭാഷ, യുക്തി, ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ പരിപാടി. അതേസമയം വലതുഭാഗം കുറച്ചുകൂടി ആർട്ടിസ്റ്റാണ്. ക്രിയേറ്റിവിറ്റി, കല, സംഗീതം, ഇതൊക്കെയാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. ഈ 2 ടീമുകളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കാൻ പറ്റുന്നത്. എന്നാൽ ഈ 2 അർദ്ധഗോളങ്ങളെക്കുറിച്ചും അധികം ആരും ശ്രദ്ധിക്കാത്ത വളരെ രസകരമായൊരു കാര്യമുണ്ട്. എന്താണെന്നറിയണോ? ഇതൊരു പക്ഷെ കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായി തോന്നാം, പക്ഷെ സത്യം ഇതാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ വലതുവശത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ഇടത് തലച്ചോറാണ്. അതുപോലെ ഇടതുവശത്തെ നിയന്ത്രിക്കുന്നതോ വലത് തലച്ചോറും. നമ്മുടെ ശരീരത്തിന്റെ ഈ ഡിസൈൻ എന്ത് രസമാണല്ലേ? അപ്പോ ഇത്രയും സങ്കീർണവും പവർഫുളുമായ ഈ ഒരു അവയവത്തെ നമ്മൾ എങ്ങനെയാണ് നല്ല രീതിയിൽ നോക്കേണ്ടത്? നമ്മുടെ ഓർമ്മശക്തിയൊക്കെ എങ്ങനെ ഷാർപ്പായി നിലനിർത്താം? നമുക്ക് തലച്ചോറിന്റെ ആരോഗ്യത്തിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇതൊരു തരം ഓണേഴ്സ് ഗൈഡാണെന്ന് കൂട്ടിക്കോളൂ. ഓർമ്മയുടെ കാര്യം പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ട പേരാണ് ഹിപ്പോകാമ്പസ്. ഇതിനെ നമ്മുടെ ഓർമ്മകളുടെ ലൈബ്രറി എന്ന് വിളിക്കാം. നമ്മൾ പഠിക്കുന്ന പുതിയ കാര്യങ്ങളെല്ലാം ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റുന്നത് ഈ ഭാഗമാണ്. പക്ഷേ ഈ പ്രോസസ്സ് നടക്കണമെങ്കിൽ നല്ല ഉറക്കം കിട്ടണം. അതുകൊണ്ടാണ് ഉറക്കം കുറയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നത്. തലച്ചോറ് നമ്മുടെ ശരീരത്തിലെ ഒരു എനർജി മോൺസ്റ്ററാണെന്ന് തന്നെ പറയാം. കാരണം ശരീരഭാരത്തിന്റെ വെറും 2% മാത്രമേ തലച്ചോറിനുള്ളൂ. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന മൊത്തം എനർജിയുടെയും ഓക്സിജന്റെയും 20% ഉപയോഗിക്കുന്നത് ഈ ചെറിയ ആളാണ്. ഭയങ്കരമല്ലേ? തലച്ചോറിനെക്കുറിച്ചുള്ള അതിശയിപ്പിക്കുന്ന മറ്റ് 2 കാര്യങ്ങൾ കൂടി പറയാം. ഒന്നാമത്തേത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. എന്താണിത്? അതായത് നമ്മുടെ തലച്ചോറ് ഒരു കല്ല് പോലെ ഉറച്ചുപോയ ഒന്നല്ല. നമ്മൾ പ്രായമായാലും പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിലെ കണക്ഷനുകൾ മാറുകയും പുതിയവ ഉണ്ടാവുകയുമൊക്കെ ചെയ്യും.
രണ്ടാമത്തെ കാര്യം, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൊഴുപ്പുള്ള അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം തലച്ചോറാണ്. ഏകദേശം 60% കൊഴുപ്പാണ്. അപ്പോ നമ്മൾ കാണുന്ന ഓരോ സ്വപ്നങ്ങളും നമ്മുടെ ഓരോ ചിന്തകളും വരെ നിയന്ത്രിക്കുന്ന ഈ അത്ഭുതത്തെ നല്ലപോലെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഒന്നോർക്കുക, നല്ല ഉറക്കവും വായനയും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതുമൊക്കെ തലച്ചോറിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല എക്സസൈസാണ്. അപ്പോ നിങ്ങളുടെ തലയ്ക്കുള്ളിലെ ഈ പ്രപഞ്ചത്തെ നിങ്ങൾ എങ്ങനെയാണ് പരിപാലിക്കാൻ പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. കാരണം നിങ്ങളുടെ ലോകം തുടങ്ങുന്നത് അവിടെ നിന്നാണ്.